നമസ്കാരം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ജനനം 1825 ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ. ജനനം 1825 ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ. യഥാർത്ഥ നാമം കല്ലിശ്ശേരിയിൽ വേലായുധ ചേകവർ. സമുദായം ഈഴവ. യഥാർത്ഥ നാമം കല്ലിശ്ശേരിയിൽ വേലായുധ ചേകവർ. സമുദായം ഈഴവ. പിന്നോക്ക ജാതിക്കാർക്ക് കഥകളി പരിശീലിക്കാൻ കല്ലിശ്ശേരിയിൽ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നോക്ക ജാതിക്കാർക്ക് കഥകളി പരിശീലിക്കാൻ കല്ലിശ്ശേരിയിൽ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നോക്ക ജാതിക്കാർക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ മംഗലത്ത് വിശ്വനാഥൻ ഗുരുക്കളുടെ സഹായത്തോടെ 1854 ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നോക്ക ജാതിക്കാർക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ മംഗലത്ത് വിശ്വനാഥൻ ഗുരുക്കളുടെ സഹായത്തോടെ 1854 ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. രണ്ടാമത് ചെറുവാരണം ശിവക്ഷേത്രം. ശിവക്ഷേത്രം. താഴ്ന്ന ജാതിക്കാർക്ക് അച്ചിപ്പുടവ ധരിക്കാനും എത്താപ്പ് എന്ന മേൽമുണ്ട് ധരിക്കാനും വിപ്ലവം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. താഴ്ന്ന ജാതിക്കാർക്ക് അച്ചിപ്പുടവ ധരിക്കാനും എത്താപ്പ് എന്ന മേൽമുണ്ട് ധരിക്കാനും വിപ്ലവം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അച്ചിപ്പുടവ സമരം നടന്നത് 1858. അച്ചിപ്പുടവ സമരം നടന്നത് 1858. അച്ചിപ്പുടവ സമരനായകൻ എന്നറിയപ്പെട്ടു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെട്ടത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാളഗ്രാമം വീണ്ടെടുത്തതിന് ആയില്യം തിരുനാൾ മഹാരാജാവ് ആദരിച്ചു നൽകിയ സ്ഥാനമാണ് പണിക്കർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാളഗ്രാമം വീണ്ടെടുത്തതിന് ആയില്യം തിരുനാൾ മഹാരാജാവ് ആദരിച്ചു നൽകിയ സ്ഥാനമാണ് പണിക്കർ. 1874 ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ബോട്ട് യാത്രക്കിടെ മേൽജാതിക്കാർ വധിച്ചു. 1874 ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ബോട്ട് യാത്രക്കിടെ മേൽജാതിക്കാർ വധിച്ചു. കേരള ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മഹാത്മാ അയ്യങ്കാളി. 1863 ആഗസ്റ്റ് 28 ജനനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ പ്ലാവത്തറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകൻ. പുലയരാജ എന്ന് ഗാന്ധിജിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധിയും വിളിച്ചു. കേരള സ്പാർട്ടക്കസ് ആളിക്കത്തിയ തീപ്പൊരി കറുത്ത സൂര്യൻ എന്നറിയപ്പെട്ടത് അയ്യങ്കാളി. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1911 മുതൽ 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1893 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വെങ്ങാനൂർ മുതൽ കാവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി തെളിയിച്ചുകൊണ്ട് സമരം നടത്തി. 1893 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വെങ്ങാനൂർ മുതൽ കാവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി തെളിയിച്ചുകൊണ്ട് സമരം നടത്തി. 1898 ചാലിയം തെരുവ് ലഹള എന്ന പേരിൽ പ്രക്ഷോഭം നടത്തി. 1898 ചാലിയം തെരുവ് ലഹള എന്ന പേരിൽ പ്രക്ഷോഭം നടത്തി. ദളിതർക്കായി 1904 കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചു. 1909 കേരളത്തിലെ ആദ്യ കർഷക സമരം നയിച്ചു. 1912 നെടുമങ്ങാട് ചന്തലഹള. 1912 ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ബാലരാമപുരത്ത് കണ്ടുമുട്ടി. 1915 ഊരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ പുലയ ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള നയിച്ചു. 1915 ഊരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ പുലയ ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള നയിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ആഭരണം ധരിക്കാനുള്ള അവകാശത്തിനായി 1915 കല്ലുമാല സമരം,
പെരിനാട് ലഹള നയിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ആഭരണം ധരിക്കാനുള്ള അവകാശത്തിനായി 1915 കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നയിച്ചു. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറി. 1941 ജൂൺ 18 ഊർപ്പിള്ള എന്ന അയ്യങ്കാളി അന്തരിച്ചു. 1941 ജൂൺ 18 ഊർപ്പിള്ള എന്ന അയ്യങ്കാളി അന്തരിച്ചു. 1980 വെള്ളയമ്പലത്ത് അദ്ദേഹത്തിന്റെ പ്രതിമ ഇന്ദിരാഗാന്ധി അനാവരണം ചെയ്തു. 1980 വെള്ളയമ്പലത്ത് അദ്ദേഹത്തിന്റെ പ്രതിമ ഇന്ദിരാഗാന്ധി അനാവരണം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശൂർ. പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശൂർ. ഡോക്ടർ പൽപു 1863 നവംബർ 3 പേട്ടയിൽ ഈഴവ സമുദായത്തിൽ ജനിച്ചു. 1863 നവംബർ 3 പേട്ടയിൽ ഈഴവ സമുദായത്തിൽ ജനിച്ചു. കുട്ടിയാപ്പി എന്നായിരുന്നു ബാല്യകാല നാമം. കുട്ടിയാപ്പി എന്നായിരുന്നു ബാല്യകാല നാമം. മൈസൂരിലെ വാലിക സമുദായത്തിനു വേണ്ടി പ്രയത്നിച്ചു. മൈസൂരിലെ വാലിക സമുദായത്തിനു വേണ്ടി പ്രയത്നിച്ചു. ഈഴവ സമുദായത്തിലെ ആദ്യ MBBS കാരൻ ഡോക്ടർ പത്മനാഭൻ പൽപു. ഈഴവ സമുദായത്തിലെ ആദ്യ MBBS കാരൻ ഡോക്ടർ പത്മനാഭൻ പൽപു. ബാംഗ്ലൂരിൽ വെച്ച് 1882 സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. ബാംഗ്ലൂരിൽ വെച്ച് 1882 സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. മലബാർ ഇക്കണോമിക്സ് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പി പൽപു. മലബാർ ഇക്കണോമിക്സ് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പി പൽപു. ശ്രീമൂലം തിരുനാളിന് 1896 സെപ്റ്റംബർ 3 സമർപ്പിച്ച ഈഴവ മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പി പൽപു. ശ്രീമൂലം തിരുനാളിന് 1896 സെപ്റ്റംബർ 3 സമർപ്പിച്ച ഈഴവ മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പി പൽപു. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപുവും കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപുവും കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ. SNDP തുടങ്ങാൻ ഗുരുവിനോട് ആവശ്യപ്പെട്ടത് ഡോക്ടർ പി പൽപു. SNDP തുടങ്ങാൻ ഗുരുവിനോട് ആവശ്യപ്പെട്ടത് ഡോക്ടർ പി പൽപു. ഡോക്ടർ പി പൽപുവിന്റെ തൂലികാനാമം തിരുവിതാംകോട്ടെ തീയൻ. ഡോക്ടർ പി പൽപുവിന്റെ തൂലികാനാമം തിരുവിതാംകോട്ടെ തീയൻ. ഡോക്ടർ പി പൽപു എന്ന കൃതി രചിച്ചത് TK മാധവൻ. ഡോക്ടർ പി പൽപു എന്ന കൃതി രചിച്ചത് TK മാധവൻ. ഡോക്ടർ പി പൽപുവിന്റെയും ഭഗവതി അമ്മയുടെയും പുത്രൻ നടരാജഗുരു. ഡോക്ടർ പി പൽപുവിന്റെയും ഭഗവതി അമ്മയുടെയും പുത്രൻ നടരാജഗുരു. ഡോക്ടർ പൽപുവിന്റെ ഗ്രന്ഥം ട്രീറ്റ്മെന്റ്സ് ഓഫ് തിയാസ് ആൻഡ് ട്രാവൻകൂർ. ഡോക്ടർ പൽപുവിന്റെ ഗ്രന്ഥം ട്രീറ്റ്മെന്റ്സ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് റിട്ടി ലൂക്കോസ് വിശേഷിപ്പിച്ചത് ഡോക്ടർ പി പൽപുവിനെ. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് റിട്ടി ലൂക്കോസ് വിശേഷിപ്പിച്ചത് ഡോക്ടർ പി പൽപുവിനെ. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ഡോക്ടർ പി പൽപു 1950 ജനുവരി 25 അന്തരിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ഡോക്ടർ പി പൽപു 1950 ജനുവരി 25 അന്തരിച്ചു. താങ്ക് യു.